ഡൽഹിയുടെ ഭരണം ആം ആദ്മി പാർട്ടിക്ക് നഷ്ടമായതോടെ ഡൽഹിയിൽ നിന്നും പൂർണ്ണമായും ആം ആദ്മി പാർട്ടി തുടച്ചു നീക്കപ്പെടാൻ പോകുന്നു എന്നുള്ള സൂചനകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഭരണം നഷ്ടമായതോടെ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ചിത്രത്തിൽ തന്നെ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നാഥനില്ലാത്ത പാർട്ടിയായി ആം ആദ്മി പാർട്ടി മാറുമെന്ന് മനസ്സിലാക്കിയതോടെ വലിയ ഒരു പട തന്നെ ആം ആദ്മിയിൽ നിന്നും പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഡൽഹി കോർപ്പറേഷനിലെ 13 കൗൺസിലർമാരാണ് പാർട്ടി വിട്ടിരിക്കുന്നത്. അവർ പുതിയ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തിരിക്കുന്നു. കോർപ്പറേഷനിലെ ആം ആദ്മിയുടെ സഭാ നേതാവായ മുകേഷ് ഗോയലിൻ്റെ നേതൃത്വത്തിൽ ഇന്ദ്രപ്രസ്ഥ വികാസ് പാർട്ടി എന്ന പേരിലാണ് പുതിയ പാർട്ടി ഇപ്പോൾ വിമതർ രൂപീകരിച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ ആം ആദ്മിക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നു. പ്രശ്ന പരിഹാരത്തിന് സംഘടനാ തലത്തിൽ അഴിച്ചുപണിയും നടത്തിയിരുന്നു ആം ആദ്മി. മുൻ മന്ത്രിയായ സൗരഭ് ഭരദ്വാജിനെ ഡൽഹി യൂണിറ്റിൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിച്ചാണ് പുനഃസംഘടന നടപ്പാക്കിയത്. എന്നാൽ ഇത് ഫലം കണ്ടില്ലെന്ന് വ്യക്തമായതാണ് ഇപ്പോഴത്തെ ഈ പിളർപ്പിന് കാരണം. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിൽ നിന്നും ആം ആദ്മി പാർട്ടിയിലേക്ക് ചേർന്നവരാണ് ഇപ്പോൾ മുഴുവനായും പാർട്ടി വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് തിരികെ പോകുന്നതിൽ ചില സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളുമുണ്ട്. പലർക്കും മാതൃസംഘടനയിലേക്ക് തിരിച്ചു പോകണം എന്നുണ്ടെങ്കിലും കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം അത് സ്വീകരിക്കാൻ തയ്യാറല്ല. അതോടെയാണ് പുതിയ പാർട്ടി എന്നുള്ള ആശയത്തിലേക്ക് അവർ നീങ്ങിയത്. BJPക്കെതിരെയുള്ള പോരാട്ടത്തിൽ തന്നെയായിരിക്കും ഈ ഒരു പുതിയൊരു പാർട്ടിയും. അങ്ങനെയെങ്കിൽ ഇന്ത്യ മുന്നണിയുമായി യോജിച്ച് മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും വിമത പാർട്ടിയുടെ തീരുമാനവും. ആം ആദ്മി പാർട്ടിയിൽ നിന്നും കൂടുതൽ പേർ പുറത്തേക്ക് വരും ദിവസങ്ങളിൽ രാജിവെക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന രാഷ്ട്രീയ നേതാവിന് ഒരു തിരിച്ചുവരവ് അസാധ്യമായിരിക്കും. യഥാർത്ഥത്തിൽ കോൺഗ്രസിനെതിരെ തിരിഞ്ഞതാണ് കെജ്രിവാളിന് വിനയായത്. കാരണം ഡൽഹി തെരഞ്ഞെടുപ്പിൽ കെജ്രിവാളിനെതിരെ കോൺഗ്രസ് നടത്തിയ പ്രചരണം ആം ആദ്മി പാർട്ടിക്ക് കനത്ത ആഘാതമാണ് ഉണ്ടാക്കിയത്. അതിൽ നിന്നും കരകയറാൻ ആം ആദ്മി പാർട്ടിക്ക് ഇതുവരെയായും സാധിച്ചിട്ടുമില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പഞ്ചാബിലടക്കം ആം ആദ്മി പാർട്ടിക്ക് വലിയ തിരിച്ചടി തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത്.